എങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ റിലീസാകുമ്പോൾ എന്തായിരിക്കും എന്ന്? അതുണ്ടായിരുന്നു. കാര്യം ഇത് ഡിഫറെൻ്റായിട്ട് ചെയ്തത് കൊണ്ട് ഉണ്ടായിരുന്നു. മ്യൂസിക് വൈസ് ഡിഫറെൻ്റ്. കാര്യം ഇവിടെ കേട്ട് വന്ന സൂഫിസം അല്ല, സൂഫി മ്യൂസിക് അല്ല അത് ചെയ്തിരിക്കുന്നത്. അതൊരു അങ്ങനെയുണ്ടോ ഇവിടെ കേട്ട സൂഫിസം? പിന്നെ നമ്മുടെ കേരളത്തിൽ കേൾക്കുന്ന സൂഫി മ്യൂസിക് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. ഇപ്പോൾ ഷഹബാസൊക്കെ തന്നെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിനകത്ത് ഈ ട്രഡീഷണൽ നസ്രത്ത് സാബിൻ്റെയോ അങ്ങനത്തെ എലമെൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഒരു ഖവാലി എലമെൻസ് ഇല്ലാത്ത, അതായത് ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ വരാത്ത രീതിയിൽ കുറേ രീതികളാണ് നമ്മളിവിടെയൊക്കെ കേട്ട് വരുന്നത്. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കൂടെ മിക്സാണ്. ഇവിടെ നമ്മൾ ഇസ്ലാമിക് സോങ്സ് എന്ന് പറഞ്ഞ് കേൾക്കുന്നതൊക്കെ തന്നെ മാപ്പിളപ്പാട്ടുകളാണല്ലോ, അല്ലെങ്കിൽ ഇപ്പം നാട്ടായിക്കോട്ടെ, അങ്ങനെ ഏതെടുത്ത് നോക്കിയാലും. അപ്പോൾ അതാണ് ഞാൻ ആ രാഗ ബേസ് ചെയ്തിട്ട് പറഞ്ഞത്. ചില പർട്ടിക്കുലർ രാഗങ്ങളുണ്ട്, സിന്ധു ഭൈരവി പോലത്തെ. അപ്പോൾ അതിൽ മാത്രമായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കുമ്പോൾ ആൾക്കാർ വീണ്ടും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു എക്സ്റ്റസി വരണമെങ്കിൽ ആ രാഗത്തിൽ കേൾക്കണം എന്നൊരു, ശരിക്കും അങ്ങനെയുള്ളൊരു സൂഫികളല്ലല്ലോ. ഒരു സൂഫിസം എന്ന് പറയുന്നത് ഒരു രാഗം ബേസ് ചെയ്തിട്ട് നിൽക്കേണ്ട സംഭവമല്ല. അല്ലെങ്കിൽ ഇങ്ങനെ റൂൾസ് ഇല്ലാത്തതാണ് സൂഫിസം. എനിക്ക് എപ്പോഴാണോ, എനിക്ക് എങ്ങനെയാണോ ആ ഒരു ആത്മീയ ഉന്മാദാവസ്ഥ ഉണ്ടാവുന്നത്, അത് എൻ്റെ രീതിയാണ്. അപ്പോൾ അതിന് ഞാൻ ഇപ്പം സെയിം സോങ് എടുക്കാം. നമുക്കിപ്പോൾ ഛാപ്തിലക്ക് എന്ന് പറയുന്ന ഒരു സോങ് എടുക്കുമ്പോൾ, ഒരു ഖവാലി എടുക്കുമ്പോൾ, നസ്രത്ത് സാബ് പാടുന്ന പോലെ ഞാൻ അതേപോലെ കോപ്പി ചെയ്ത് ഞാൻ പാടിക്കഴിഞ്ഞാൽ അത് എൻ്റെ സ്പിരിച്വാലിറ്റി ആവില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയാണ്. അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡിവോഷണൽ എക്സ്പ്രഷനാണത് മ്യൂസിക്കിൽ കൂടെ ഉള്ള. ആ സെയിം സോങ് ആബിദാജി പാടുമ്പോൾ അതുപോലെ ഇരിക്കില്ല. ആബിദാജിയുടെ എക്സ്റ്റസിയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് പഠിച്ച് ഞാൻ അതുപോലെ പാടുന്നതിനകത്ത് യാതൊരു കോപ്പിയിങ് ആണ്. സൂഫിസം ഒരിക്കലും ഒരാളുടെ സൂഫിസം, താങ്കളുടെ സൂഫിസം എൻ്റെ സൂഫിസം, അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഞാനത് എങ്ങനെ പാടുന്നു, എനിക്ക് ആത്മീയമായിട്ടുള്ള ആ ഒരു ഉന്മാദാവസ്ഥ കിട്ടുന്ന സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇംപ്രൂവൈസേഷൻസ് വരുന്നത് ഓൺ സ്റ്റേജിൽ. നമ്മൾ ഖവാലി പാടുന്ന സമയത്ത് നേരത്തെ പഠിച്ച് ഒക്കെ പറഞ്ഞു വെച്ചാലും നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു പാടി വരുന്ന രീതിക്ക് മാറ്റി പാടി പോകും നമ്മൾ. അപ്പം ആ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനും കൂടെ ഉണ്ടെങ്കിൽ സൂഫി ആ ഒരു കൺസേർട്സൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ചെയ്ത ഈ പാട്ട് വളരെ ഹിറ്റായി, നല്ല ഒപ്പീനിയൻ വരുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള വർക്കുകൾ പ്രതീക്ഷിക്കാം? നെക്സ്റ്റ് മന്ത് നമ്മളൊരു മലയാളം മലയാളം വളരെ സിമ്പിളായിട്ട് സൂഫിസം എന്താണ് നീ പറയുന്ന മാതിരി സൂഫി സെയിൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ പറയാറുണ്ട്, ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സൂഫിസത്തിനെ സംസാരിക്കുകയും, അതൊന്നുമല്ല, ഇത് വളരെ സിമ്പിൾ ആൻഡ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത്.